എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു പോർക്ക് ഫ്രൈ ആണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി 1.5 കിലോ പോർക്ക് ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല അല്ലെങ്കിൽ ഗരം മസാല എടുക്കാം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ക്രഷ്ഡ് കുരുമുളക് ഇത്രയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 10 വെളുത്തുള്ളി, 1 പീസ് ഇഞ്ചി ഇത്രയും ചെറുതായി നുറുക്കിയത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് നന്നായി ഇത് ഒന്ന് മിക്സ് ചെയ്യണം. വിനാഗിരി ഇല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് നമുക്കിത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. ഒന്ന് തിളക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മളിത് മൂടി വെക്കേണ്ടത്. ഇടയ്ക്കൊന്ന് എടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. 45 മിനിറ്റാണ് ഞാൻ ഇതുപോലെ വേവിച്ചെടുത്തത്. കുക്കറിലും വേണമെങ്കിൽ നമുക്ക് വേവിച്ചെടുക്കാം. പക്ഷെ കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുപോലെ വേവിക്കുമ്പോഴാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന മസാല റെഡിയാക്കാം. അതിന് വേണ്ടി 3 സവാള നേരിയതായി അരിഞ്ഞതും, 10 ചെറിയുള്ളി ചതച്ചതും, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, കറിവേപ്പില ഇത്രയിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് കുറച്ച് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മീറ്റ് മസാല അല്ലെങ്കിൽ ഗരം മസാല ഇത്രയും ചേർത്ത് നമുക്കിതൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നമ്മളുടെ വേവിക്കാൻ വെച്ചിരിക്കുന്ന പോർക്ക് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരക്കപ്പ് മാത്രമേ വെള്ളം ചേർത്ത് കൊടുത്തിരുന്നുള്ളൂ. പക്ഷേ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി നന്നായി തന്നെ നമുക്കത് വെന്ത് കിട്ടും. നമ്മളിതിൽ വിനീഗർ ചേർത്ത് കൊടുക്കുന്നത് നല്ല സോഫ്റ്റ് ആവാനും കുറച്ച് വേഗത്തിൽ വെന്ത് കിട്ടാനും കൂടിയാണ്. ഇപ്പോൾ ഇതാ നമുക്ക് ഇതൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള പോർക്കിന് നല്ല നെയ്യ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കണമെന്നില്ല. ഇതിൽ അധികം നെയ്യൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചേർത്തത്. പോർക്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.